ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്താലേ മതസൗഹാർദ്ദം ഉണ്ടാകൂ എന്നത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് സൗഹൃദം കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പം ഞാൻ പറയാണ്, ലോകത്തിൽ ഒരു അമുസ്ലിമിനും മുസ്ലിമീങ്ങളോടൊരു സൗഹാർദ്ദവുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല. ഇനി അഥവാ ഞാനത് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കാരണം ചോദിച്ചിട്ട് ഞാൻ പറയുകയാണെന്ത്, അവർക്കും എന്താ നമ്മുടെ കൂടെ വന്ന് നമസ്കരിച്ചാൽ, അവർക്കും എന്താ പെരുന്നാളിൻ്റെ അന്ന് ഉരുവിനെ അറുത്താൽ, അവർക്കും എന്താ ഹജ്ജിന് വന്നാൽ എന്ന് ഞാൻ ചോദിച്ചാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ സൗഹാർദ്ദവും സ്നേഹബന്ധവും ഒക്കെ കാണിക്കേണ്ടത് ആദർശത്തിൽ വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ടാണ് എന്നൊരു നിലപാട് ലോകത്തില്ല. അത് വളരെ കുറഞ്ഞ ചില തൽപര കക്ഷികൾ അവരുടേതായ ചില ഗൂഢലക്ഷ്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില വാദങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ഹൈന്ദവ സുഹൃത്തുക്കൾ, ക്രൈസ്തവ സുഹൃത്തുക്കളൊന്നും അങ്ങനെ ചിന്തിക്കുന്നവരേ അല്ല. അവരൊക്കെ വിശാലമായി ചിന്തിക്കുന്ന ആളുകളാണ്. മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, അതവർ ചെയ്യട്ടെ, നമ്മളതിൽ നിർബന്ധിക്കേണ്ടതില്ല എന്ന നിലപാടാണ് അവർക്കുള്ളത്. അവരെ സംബന്ധിച്ച് നമുക്കും അതേ നിലപാട് തന്നെയാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി വഅഅതാ ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി നൽകാതിരിക്കുക, അതൊരു ആളുടെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണെന്നാണ്. അപ്പോൾ ഒരു വിശ്വാസി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് സംവിധാനിച്ച് നമ്മെ പരിപാലിച്ച് പോറ്റി വളർത്തുന്ന അള്ളാഹുവിനല്ലേ മറ്റെല്ലാവരേക്കാളും നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചു, ഈ ഭൂമിയെ സംവിധാനിച്ചു, നമുക്ക് മഴ വർഷിപ്പിച്ചു തന്നു. ഇതിൽ ഈ നാട്ടിലുള്ള ആർക്കാണ് പങ്കുള്ളത്? മഴ വർഷിപ്പിക്കുന്നതിൽ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും മനുഷ്യന് പങ്കുണ്ടോ? ആകാശത്തിൽ പങ്കുണ്ടോ? സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളിൽ അവർക്ക് പങ്കുണ്ടോ? നമ്മുടെ ജീവനിൽ അവർക്ക് പങ്കുണ്ടോ? നമ്മുടെ ആത്മാവിൽ അവർക്ക് പങ്കുണ്ടോ? നമ്മുടെ വസ്ത്രത്തിൽ അവർക്ക് പങ്കുണ്ടോ? എന്നിരിക്കെ നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ സംവിധാനിക്കുകയും നമ്മെ പരിപാലിക്കുകയും നമ്മെ പോറ്റി വളർത്തുകയും ചെയ്യുന്ന അത്യുന്നതനായ പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ ഇഷ്ടങ്ങൾക്കാണ് ഒരു വിശ്വാസി മുൻഗണന കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ നമ്മളിതിനെ കാണാവൂ. എന്ന് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഭൗതികമായി വിശ്വാസമൊന്നുമില്ലാതെ തന്നെ ചിലർക്ക് ചില ഭക്ഷണം ഇഷ്ടമാവും, ചിലത് ഇഷ്ടാവില്ല. മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. മീൻ, മത്സ്യം, മാംസം കഴിക്കാത്തവരുണ്ട്. നമ്മൾ അവരെ കൊണ്ട് നിർബന്ധിച്ചത് കഴിപ്പിക്കുന്നത് ശരിയാണ്. അതൊരു പക്ഷേ മനസ്സിൻ്റെ ഇഷ്ടക്കേട് കൊണ്ട് തന്നെ ആയിരിക്കാം. എന്നാൽ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിലോ ഗൗരവം കൂടി. ഒരേ സമയം അയാളുടെ ആത്മാവിനെയും വേദനിപ്പിക്കുകയാണ്, ശരീരത്തെയും വേദനിപ്പിക്കുന്ന പണിയാണെന്ത്? മറ്റുള്ളവരുടെ വിശ്വാസ ആശയ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളോടോ തത്തുല്യമായ ഭക്ഷണങ്ങളോ മറ്റുള്ളവരും കഴിക്കണം, അവരും ഇത് വാങ്ങണം, അവരും ഇത് സ്വീകരിക്കണം എന്ന് പറയുന്നത് ഒരു തരം വേദനിപ്പിക്കലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ തീവ്രമായി ചിന്തിക്കുന്നത്.